ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 11th ചാപ്റ്ററായ ദ്വീപേഷു രമ്യഃ ദ്വീപോ ആൻഡമാനഃ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം. പാഠം പഠിത്വ അധോലിഖിതാനി പദാനി പരസ്പരം മേലേന്തു. പാഠം വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പദങ്ങൾ പരസ്പരം മാച്ച് ചെയ്ത് എഴുതുക. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചാലേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് വായിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഹാന്ദുമാൻ ആൻഡമാൻ, കാലാപാനി സെല്ലുലർ കാരാഗാരഃ, ജാർവ ജനജാതിഃ, സ്വരാജ്ദ്വീപഃ എലിഫൻ്റ, രാധാനഗരതടഃ ശ്വേതരേണുഃ, സ്വാതന്ത്ര്യവീരഃ സാവർക്കരഃ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. രാമായണകാലേ ആൻഡമാൻ ദ്വീപസ്യ നാമ കിം ആസീത്. രാമായണകാലത്ത് ആൻഡമാൻ ദ്വീപിൻ്റെ പേര് എന്തായിരുന്നു? രാമായണകാലേ ആൻഡമാൻ ദ്വീപസ്യ നാമ ഹണ്ടുക്മാൻ ആസീത്. രാമായണകാലത്ത് ആൻഡമാൻ ദ്വീപിൻ്റെ പേര് ഹണ്ടുക്മാൻ എന്നായിരുന്നു. സ്വാതന്ത്ര്യവീരഃ സാവർക്കരഃ കതി വർഷാണി കഷ്ടം സോഡ്വാൻ. സ്വാതന്ത്ര്യവീരനായ സാവർക്കർ എത്ര വർഷത്തോളമാണ് കഷ്ടത സഹിച്ചത്? സ്വാതന്ത്ര്യവീരഃ സാവർക്കരഃ ദശവർഷാണി പര്യന്തം ഘോരം കഷ്ടം സോഡ്വാൻ. സ്വാതന്ത്ര്യവീരനായ സാവർക്കർ 10 വർഷത്തോളമാണ് കഠിനമായ കഷ്ടത അനുഭവിച്ചത്. ആൻഡമാൻ ദ്വീപേ കാഹ ജനജാതിഃ നിവസന്തി. ആൻഡമാൻ ദ്വീപിൽ ഏതൊക്കെ ട്രൈബൽസ് ആണ് താമസിക്കുന്നത്? ആൻഡമാൻ ദ്വീപേ ആൻഡമാനി, ഓങ്ങി, ജാർവ, സെൻറ്റിനലി ഇത്യാദയഃ ജനജാതയഃ നിവസന്തി. ആൻഡമാൻ ദ്വീപിൽ ആൻഡമാനി, ഓങ്ങി, ജാർവ, സെൻറ്റിനലി എന്നിങ്ങനെയുള്ള ട്രൈബൽസ് ആണ് താമസിക്കുന്നത്. ആൻഡമാൻ ദ്വീപേ ആജീവികാർത്ഥം ജനാഃ കിം കുർവന്തി. ആൻഡമാൻ ദ്വീപിൽ ജീവിച്ചു പോകാനായിട്ട്, അതായത് ജീവിതമാർഗം കണ്ടെത്താനായിട്ട് ജനങ്ങൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ആൻഡമാൻ ദ്വീപേ ആജീവികാർത്ഥം ജനാഃ മുക്തമാലാഃ ശുക്തിശില്പാനി നാരികേലശില്പാനി ഉപസ്കരാഃ ഇത്യാദീനാം ഉത്പാദനേന വാണിജ്യേന ച ആജീവികാം കുർവന്തി. കേചന കൃഷികാര്യേണ മത്സ്യവ്യാപാരേണ ച ജീവികാം നിർവഹന്തി. അതായത് ആൻഡമാൻ ദ്വീപിലെ ജനങ്ങൾ ജീവിച്ചു പോകാനായിട്ട് മുത്തുമാല, ചിപ്പി കൊണ്ടുള്ളതും അതേപോലെ നാളികേരം കൊണ്ടുള്ളതുമായ കരകൗശല വസ്തുക്കൾ, മസാല എന്നിങ്ങനെയുള്ള ഉത്പാദനത്തിലൂടെ വാണിജ്യത്തിലൂടെയുമാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഓക്കെ. ചിലരാണെങ്കിലോ കൃഷികാര്യങ്ങളാലും അതേപോലെ മത്സ്യവ്യാപാരത്തിലൂടെയൊക്കെയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്തേ സർവേ മിലിത്വ കം ശ്ലോകം ഗായന്തി. അവസാനം എല്ലാവരും ചേർന്ന് എന്ത് ശ്ലോകമാണ് പാടിയത്? അന്തേ സർവേ മിലിത്വ ഏഷം ശ്ലോകം ഗായന്തി. അവസാനം എല്ലാവരും ചേർന്ന് ഈ ശ്ലോകമാണ് പാടിയത്. ഏത്? പിന്നിട്ടിട്ട് എഴുതുക. ഹുതാത്മനാം ഭൂതതപസ്ഥലീയം വിനായകാദിസ്തുതിഭാജനാനാം സ്വരാഷ്ട്രധർമ്മം നനു ശിക്ഷയന്തി സുദർശനീയ ഭുവിതീർത്ഥകൽപ്പ. ഓക്കെ, ഈ ശ്ലോകമാണ് പാടിയത്. അടുത്ത ചോദ്യം നോക്കാം. പാഠം ദൃഷ്ട്വാ റിക്തസ്ഥാനാനി പൂരേന്തു. പാഠം നോക്കിയിട്ട് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ആൻഡമാൻ ദ്വീപസ്യ രാജധാനി ഡാഷ് അസ്തി. ആൻഡമാൻ ദ്വീപിൻ്റെ, ആൻഡമാൻ ഐലൻഡിൻ്റെ ക്യാപിറ്റൽ ഡാഷ് ആണ്. എന്താണ്? ശ്രീവിജയപുരം. സൂര്യാംശഃ ഗൃഹം ഗത്വാ. സൂര്യാംശ് വീട്ടിൽ പോയിട്ട് ഡാഷ് ആൻഡമാനസ്യ അന്വേഷണം അക്രോത്. ഡാഷിൽ ആൻഡമാനെ കുറിച്ച് സെർച്ച് ചെയ്തു. എന്തിലാണ് ആൻഡമാനെ കുറിച്ച് സെർച്ച് ചെയ്തത്? ഓൺലൈനിലാണ്, വെബ്സൈറ്റിലാണ് അല്ലേ. അപ്പം നമ്മൾ എന്തെഴുതും? ജാലപൂട്ടെ. ഓക്കെ. പ്രഥമ ശതാബ്ദം അസ്യ നാമ ഡാഷ് ഇതി ആസീത്. 1-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ പേര് ഡാഷ് എന്നായിരുന്നു. എന്തായിരുന്നു? അഗാദേമൻ. അസ്മിൻ ദ്വീപേ, ഈ ദ്വീപിൽ ഡാഷ് ഇതി കാരാഗാരം അസ്തി. ഡാഷ് എന്ന ജയിലുണ്ട്. ഏത് ജയിലായിരുന്നു അത്? സെല്ലുലാർ. വയം സ്വാതന്ത്ര്യവീരാണാം ഡാഷ് സുഖേന ജിവാമഹ. നമ്മൾ
സ്വാതന്ത്ര്യ വീരന്മാരുടെ ഡാഷാലാണ് സുഖത്തോടെ ജീവിക്കുന്നത്. എന്താല്? ബലിദാനത്താൽ. അപ്പം നമ്മൾ എന്തെഴുതും? ബലിദാനേന. കാലാപാനി ഡാഷ് സംസ്ഥായാः വൈശ്വികസമ്പദः സൂച്യാം സംരക്ഷിതം. കാലാപാനി ഡാഷ് സംഘടനയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് സംഘടനയാണ്? യുനെസ്കോ. നമ്മൾ യുനെസ്കോ എന്ന് എഴുതും. ഓക്കെ. കൃഷികാര്യേണ ഡാഷ് ച ജീവികാം നിർവഹന്തി. കൃഷികാര്യങ്ങളാലും ഡാഷാലും ജീവിതമാർഗം കണ്ടെത്തുന്നു. എന്താലാണ്? മത്സ്യ വ്യാപാരേണ. മത്സ്യ വ്യാപാരത്തിലൂടെയും. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം വിശേഷണ വിശേഷപദാനാം മേളനം കൃത്വാ റിക്തസ്ഥാനാനി പൂരയന്തു. താഴെ തന്നിരിക്കുന്ന വിശേഷണ വിശേഷപദങ്ങൾ മാച്ച് ചെയ്ത് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ. സുന്ദരതമേഷു സമുദ്രതടേഷു സ്वीयाः ഋതിപരമ്പരാः വിവിധവർണാः മത്സ്യാः സ്ഥാനീയേ आपणे പ്രഥമം സ്ഥാനം. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പട്ടികാതഃ സമുചിതാനി പദാനി ചിത്വാ വിശേഷണാനുസാരം വിശേഷ്യപദം ലിഖന്തു. അതായത് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വിശേഷണപദം തന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വിശേഷ്യപദം ബോക്സിനകത്തുനിന്ന് കണ്ടെത്തി എഴുതുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. നൂതനേ ഗൃഹേ പവിത്രം ഗുരുകുലം രക്തായാം ശാഠികായാം ഉത്തമാനി പുസ്തകാനി സുദീർഘഃ മാർഗഃ സുന്ദരി യുവതി ഉന്നതാൻ വൃക്ഷാൻ വിശാലാം പാഠശാലാം സ്ഥൂലായ ഗജായ തസ്യ തടസ്യ. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും വേർഡിൻ്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, പറഞ്ഞു തരാം. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കാം. പട്ടികാതഃ സർവനാമ വിശേഷണ പദാനി ചിത്വാ വാക്യാനി പൂരയന്തു. ബോക്സിൽ നിന്ന് സർവനാമ വിശേഷണ പദങ്ങൾ കണ്ടെത്തി സെൻറ്റൻസ് പൂരിപ്പിക്കുക. നോക്കാം. ഡാഷ് പുഷ്പാണാം ഉദ്യാനമസ്തി. എന്താ പറയുക അവിടെ? തേഷാം പുഷ്പാണാം ഉദ്യാനമസ്തി. അവരുടെ പൂക്കളുടെ തോട്ടമുണ്ട്. ഡാഷ് വൃദ്ധ ആപ്പണം ഗച്ഛതി. ഏഷാ വൃദ്ധ ആപ്പണം ഗച്ഛതി. ഈ വൃദ്ധ മാർക്കറ്റിൽ പോകുന്നു. ഡാഷ് ചിത്രേ ചന്ദ്രയാനമസ്തി. അപ്പോൾ എന്താ പറയുക അവിടെ? തസ്മിൻ ചിത്രേ ചന്ദ്രയാനമസ്തി. ആ ചിത്രത്തിൽ ചന്ദ്രയാനമുണ്ട്. ഡാഷ് ചിത്രേ ചന്ദ്രയാനമസ്തി. ഈ ചിത്രത്തിൽ ചന്ദ്രയാനമുണ്ട്. തസ്മിൻ ചിത്രേ ചന്ദ്രയാനമസ്തി. സ ശിക്ഷകഃ സംസ്കൃതം പാഠയതി. ആ ടീച്ചർ സംസ്കൃതം പഠിപ്പിക്കുന്നു. തേ ബാലകാഃ ജലം പീവന്തി. ആ ബാലകരെ ജലം കുടിക്കുന്നു. ഡാഷ് പുഷ്പം ആകർഷകമസ്തി. ആ പൂവ് അട്രാക്റ്റീവാണ്. തത് പുഷ്പം ആകർഷകമസ്തി. ഡാഷ് കന്ദുകേന ക്രീഡന്തി. തേന് കന്ദുകേന ക്രീഡന്തി. അവർ പന്താൽ കളിക്കുന്നു. താഹ ശിക്ഷികാഃ ഗീതം ശിക്ഷയന്തി. ആ ടീച്ചർമാർ പാട്ട് പഠിപ്പിക്കുന്നു. ഡാഷ് മയൂരൗ നൃത്തയതഃ. അപ്പോൾ ഇവിടെ 2 മയൂരങ്ങളാണുള്ളത്, 2 മയിലാണുള്ളത്. അപ്പോൾ തൗ നമ്മൾ ഉപയോഗിക്കും. തൗ മയൂരൗ നൃത്തയതഃ. ആ 2 മയൂരങ്ങൾ, മയിലുകൾ നൃത്തം ആടുന്നു. അടുത്ത ചോദ്യം നോക്കാം. പാഠേ പ്രയുക്താനി അവയവപദാനി ക്രിയാപദാനി ചിത്വാ സമുചിതേ സ്ഥാനെ ലിഖന്തു. പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന അവയവപദവും ക്രിയാപദവും കണ്ടെത്തി ഈ തന്നിരിക്കുന്ന ബോക്സിനകത്ത് ഫില്ല് ചെയ്യണം. ഓക്കെ. കുത്ര, അതുപോലെ ബാക്കിയുള്ള അവയവപദങ്ങൾ എഴുതണം. ഹ്യഃ, അധ, തദാ, തത്ര, സർവത്ര, അപി, ഏവ, ഇവ, അവശ്യമേവ, ബഹു, കശ്ചന, കാചിത്, അപരം, ഇതി, മഹതി, സമചീന, യഃ, തഥാ. ക്രിയാപദാനിയോ? എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്മരാമി. ഇതേ കണക്ക് ബാക്കിയുള്ള ക്രിയാപദങ്ങൾ എഴുതണം. ഗായാമഹ, ദർശയന്തി, ജാനിമഹ, സൂചയതു, സോഡ്വാൻ, സംരക്ഷിതം, അകരോത്, തിഷ്ടന്തി, അഗച്ഛം, ചലന്തി, കുർവന്തി, അകർവം, ജാനന്തി, ഇച്ഛാമി, അസ്തി, ആസീത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. നിമ്നലിഖിതാനാം പദാനാം സ്വരൂപം സാവധാനം ദൃഷ്ട ഉദാഹരണാനുസാരം ലിഖന്തു.
താഴെ തന്നിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഉദാഹരണം അനുസരിച്ച് എഴുതുക. സമുദ്രസ്യ മധ്യേ സമുദ്രമധ്യേ, ഇതേ കണക്ക് ബാക്കിയുള്ളതും എഴുതണം. ദ്വീപാനാം സമൂഹഃ ദ്വീപ് സമൂഹഃ. രാമായണസ്യ കാലേ രാമായണകാലേ. ഭാരതസ്യ ഭൂമിഃ ഭാരതഭൂമിഃ. ഉദ്യോഗസ്യ വിഷയഃ ഉദ്യോഗവിഷയഃ. ദേശസ്യ ഭക്തഃ ദേശഭക്തഃ. സമുദ്രസ്യ തലം സമുദ്രതലം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓണൊന്ന് ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.